നമസ്കാരം. മലയാള സാഹിത്യ വിമർശനം എന്ന BA മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമ്മിലെ വിഷയം വളരെ എളുപ്പത്തിലും സമഗ്രമായും പഠിക്കുന്നതിനും വളരെ വേഗം തന്നെ അതിലെ പോയിൻ്റുകൾ ഹൃദ്യസ്ഥമാക്കുന്നതിനും നിങ്ങളെ സഹായിക്കുന്നതിനായി ന്യൂ ബിഗിനിങ് തയ്യാറാക്കിയ പ്രത്യേക PDF ഈ പഠന സഹായി നിങ്ങളെ മലയാള സാഹിത്യ വിമർശനം എന്ന വിഷയം പഠിക്കാൻ ഒട്ടേറെ സഹായിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. വളരെ എളുപ്പമായ രീതിയിൽ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള വിശദീകരണങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ആഖ്യാനം കൊണ്ട് വിദ്യാർത്ഥികളെ എന്നും ആകർഷിച്ച മലയാള സാഹിത്യ വിമർശനം PDF നിങ്ങൾക്ക് ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ ഇവിടെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AR രാജരാജവർമ്മയുടെ നളിനി എന്ന കവിതയുടെ അവതാരികയെ പറ്റിയാണ്. ആദ്യം AR രാജരാജവർമ്മയെ പരിചയപ്പെടാം. കേരള പാണിനി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കേരള പാണിനി എന്ന മലയാളത്തിൻ്റെ വ്യാകരണ ഗ്രന്ഥം രചിച്ചത് AR രാജരാജവർമ്മയാണ്. അദ്ദേഹം സാഹിത്യ വിമർശനത്തിന് ഒരു പുതിയ മാർഗദർശനം നൽകിയ ഒരു വ്യക്തിയാണ്. സാഹിത്യ വിമർശനത്തിൻ്റെ ഒരു പുതിയ മാതൃക മുന്നോട്ട് വെച്ച ഒരു വിപ്ലവകരമായ ഒരു സാഹിത്യ വീക്ഷണം മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്തരത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സാഹിത്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ് AR രാജരാജവർമ്മ. അദ്ദേഹം 1863 ചങ്ങനാശ്ശേരി ലക്ഷ്മീപുരം കൊട്ടാരത്തിൽ ജനിച്ചു. അച്ഛൻ പാറ്റിയാലില്ലത്ത് വാസുദേവൻ നമ്പൂതിരി, അമ്മ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ മാതൃ സഹോദരി പുത്രി ഭരണി തിരുനാൾ അമ്മ തമ്പുരാൻ. കേരള പാണ്ഡ്യം എന്ന മഹത്തായ ഗ്രന്ഥം മലയാളത്തിന് സമ്മാനിച്ചത് അദ്ദേഹമാണ്. മലയാളത്തിൻ്റെ വ്യാകരണത്തെ രൂപീകരിച്ചത് AR രാജരാജവർമ്മയാണ്. കവിയായിരുന്നു, ഉപന്യാസകൻ, നിരൂപകൻ എന്നീ നിലകളിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ആളായിട്ട് നമ്മൾ എടുത്തു പറയുന്ന ഒരു വ്യക്തിത്വമാണ് AR രാജരാജവർമ്മ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ കേരള പാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, മലയവിലാസം, മധ്യമ വ്യാകരണം തുടങ്ങിയവയാണ്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് AR രാജരാജവർമ്മയെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത്. നളിനി കുമാരനാശാൻ പ്രസിദ്ധീകരിക്കുന്നത് 1911 173 പദ്യങ്ങളോടെയാണ് നളിനി എന്ന കാവ്യം പ്രസിദ്ധീകരിക്കുന്നത്. ഈ കൃതിക്ക് ഒരു സ്നേഹം എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. കവിതയിൽ അനശ്വരമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ഒരു ചിത്രം തന്നെ കവി മുന്നോട്ട് വയ്ക്കുന്നത് കൊണ്ടും ആ ഒരു ആശയത്തിൻ്റെ ആ ഒരു പ്രാധാന്യം കൊണ്ടുമാവാം ഒരു സ്നേഹം എന്നുള്ള പേര് നളിനി എന്ന കവിതയ്ക്ക് കൊടുത്തിട്ടുണ്ടാവുന്നത്. നളിനിയിൽ ദിവ്യാനുരാഗം അതിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യാനുരാഗം തന്നെയാണ് കവിതയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് നളിനിയുടെ അവതാരികയിലേക്ക് കടക്കാം. മലയാള സാഹിത്യതരത്തെ പുതിയൊരു ലക്ഷ്യബോധത്തിലേക്കും സാമൂഹിക അടിമത്തത്തിൻ്റെ ഭാരമുണ്ടായിരുന്ന കാലത്ത് കൂടി സ്വന്തം ദർശനങ്ങളിലൂടെ, സ്വന്തം കൃതികളിലൂടെ പുതിയൊരു ജീവിത വീക്ഷണത്തിലേക്ക് നയിച്ച ഒരു കവിയാണ് ശരിക്കും കുമാരനാശാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ രചിക്കപ്പെട്ടിരുന്ന കാലത്ത് അതിയായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങൾ, സാമൂഹിക അനാചാരങ്ങൾ ഇവയുടെയൊക്കെ ഒരു കൊടുമ്പുരി കൊണ്ടിരിക്കുന്ന, അങ്ങനെയുള്ള സാമൂഹിക സാംസ്കാരിക അടിമത്തം നിറഞ്ഞു നിന്നിരുന്ന സമയത്ത് മുന്നോട്ട് വന്ന കവിയാണ് കുമാരനാശാൻ. അദ്ദേഹത്തിൻ്റെ കവിതകൾ അങ്ങനെയുള്ള സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ദർശനങ്ങളിലൂടെ പുതിയൊരു വീക്ഷണം, പുതിയൊരു ചിന്താധാര, പുതിയൊരു നവീന വീക്ഷണം നമ്മുടെ മലയാള ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്, ഒരു കവിയാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. 1891 അദ്ദേഹം ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായി. കുമാരനാശാൻ്റെ പ്രധാന കൃതികളാണ് ലീല, നളിനി, ചിന്താവിഷ്ടയായ സീത, കരുണ, വീണപൂവ്, വനമാല, പുഷ്പവാടി തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിൻ്റെ എടുത്തു പറയപ്പെട്ട പ്രധാന കൃതികളാണ്. അങ്ങനെ ഒരുപാട് കവിതകൾ കൊണ്ട് മലയാളിക്ക് പ്രിയങ്കരനായി തീർന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വത്തിന്, മലയാള സാഹിത്യത്തിലെ പ്രധാനപ്പെട്ട ഒരു മാർഗദർശനം മുന്നോട്ട് വെച്ചിട്ടുള്ള പുതിയൊരു ദിശാബോധം മലയാള സാഹിത്യത്തിന് നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കുമാരനാശാൻ എന്ന് പറയുന്നത്. കവിതയുടെ ഒരു കഥാസാരം എന്ന് പറഞ്ഞാൽ, കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ് ദിവാകരനും നളിനിയും. എന്നാൽ പിന്നീട് യൗവനമാവുന്നതോടെ നളിനിക്ക് ദിവാകരനോട് പ്രണയമുണ്ടാകുന്നു. എന്നാൽ താൻ ഭൗതിക ജീവിതമെല്ലാം ഉപേക്ഷിച്ച്, ഭൗതിക ജീവിതത്തിനോട് താല്പര്യമില്ലാതെ സന്യാസവൃത്തി സ്വീകരിച്ച് സന്യാസിയായി പോവുകയാണ് ദിവാകരൻ. അപ്പോൾ അങ്ങനെ ഇതിനിടയ്ക്ക് നളിനിക്ക് മറ്റൊരു കല്യാണാലോചന ആലോചിക്കുന്നതിൽ
നളിനിക്ക് അതിയായ വിഷമമുണ്ടാകും. നളിനി ദിവാകരനെ അതിയായി പ്രണയിച്ചതിനാൽ തന്നെ അവൾക്ക് മറ്റൊരു വിവാഹാലോചന അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയുമായിരുന്നില്ല. അതിനാൽ തന്നെ അവൾ ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. അവൾ ജലപ്പരപ്പിലേക്ക് ചാടുന്ന സമയത്ത് ഒരു താപസി അവളെ രക്ഷിക്കുന്നു. അങ്ങനെ രക്ഷിച്ച് അവൾ ഒരു ആശ്രമത്തിൽ സന്യാസ വൃത്തിയൊക്കെ അനുഷ്ഠിച്ച് അങ്ങനെ കഴിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൽ വെച്ച് കാഷായ വസ്ത്രമൊക്കെ ധരിച്ചു നിൽക്കുന്ന യോഗിയായിട്ടുള്ള ദിവാകരനെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടെത്തുമ്പോൾ അവളുടെ ആഗ്രഹം, അവളുടെ ഇഷ്ടം, അവളുടെ ഇംഗിതം അവൾ ദിവാകരനെ അറിയിക്കുന്നുണ്ടെങ്കിലും ദിവാകരന് താല്പര്യമില്ല. ദിവാകരൻ വഴങ്ങുന്നില്ല. ഒടുവിൽ അവൾ ആ യോഗിയുടെ ദിവാകരൻ്റെ കാൽക്കൽ വീഴുകയാണ്. താൻ പ്രണയിക്കുന്ന തൻ്റെ സ്വന്തം ദിവാകരൻ്റെ കാൽക്കൽ അവൾ വീഴുകയാണ്. അപ്പോൾ അത്രമാത്രം അവളുടെ പ്രണയതാപത്താൽ അത്രയും വിരഹവും വേദനയും അനുഭവിച്ചിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം. അതിനാൽ തന്നെയാണ് അവളങ്ങനെ കാൽക്കൽ വീണു പോവുകയാണ്. നിൽക്കാൻ പോലും കഴിയുന്നില്ല. തൻ്റെ പ്രാണേശ്വരനെ മുന്നിൽ കണ്ടിരിക്കുന്നു. അപ്പോൾ നിൽക്കാൻ പോലും കഴിയാതെ അവളവിടെ വീണു പോകുന്ന ഒരു അനശ്വരമായ ചിത്രം മുന്നോട്ട് വയ്ക്കുകയാണ് നളിനി. അപ്പോൾ ആ ദയ തോന്നിയ സമയത്ത് ദിവാകരൻ അവൾക്ക് മഹാവാക്യ തത്വം അരുൾ ചെയ്തു. അപ്പോൾ ഈ മഹാവാക്യ തത്വം കേട്ടിട്ട് അതിൻ്റെ ആ ഒരു തത്വം മനസ്സിലാക്കി അത് ഉപദേശിച്ചു കൊടുത്ത സമയത്ത് ആ ഒരു അതിൻ്റെ ഒരു ആത്മചൈതന്യം അവളുടെ മനസ്സിനെ ആകെ ഉലച്ചു. അങ്ങനെ ആ ഒരു ആത്മചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ മഹാവാക്യ തത്വം തൻ്റെ പ്രാണേശ്വരൻ അവസാനമായി അവളോട് അരുൾ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഈ ഒരു തത്വത്തെ മനസ്സിലാക്കുമ്പോൾ ആ തത്വത്തെ സ്വീകരിച്ച് ആ ഒരു ആത്മചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവളവിടെ അവൾ ആ കാൽക്കൽ മരിച്ചു വീഴുന്ന ഒരു കാഴ്ചയോടെയാണ് നളിനി എന്ന് പറയുന്ന ഈ ദിവ്യാനുരാഗത്തിൻ്റെ കഥ പറഞ്ഞ കവിത അവസാനിക്കുന്നത്. ആരുടെയും ഉള്ളിനെ ഒന്ന് ഉലയ്ക്കാൻ പാകത്തിനുള്ള, ഒന്ന് കണ്ണീരണിയിപ്പിക്കാൻ, ഒന്ന് അലിയിപ്പിക്കാൻ പാകത്തിനുള്ള അത്രയും ആർദ്രമാണ് നളിനിയുടെ കഥ എന്ന് പറയുന്നത്. നളിനി എന്ന് പറയുന്ന കവിത അത്രമാത്രം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലുള്ള ഒരു എഴുത്തിൻ്റെ രീതിയാണ് നളിനി എന്ന കവിത മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളെ ഒരുപാട് വേദനയുടെ നിമിഷങ്ങളിലൂടെ, അത്രമേൽ കരുണയിലൂടെ, ദയയിലൂടെ, കരുണ എന്ന് പറയുന്ന വികാരത്തെ അത്രമേൽ ആഴത്തിൽ തന്നെ വന്നുകൊണ്ട് പലരുടെ അഭിപ്രായം നളിനി എന്ന് പറയുന്ന കവിത കുമാരനാശാൻ്റെ മികച്ച കവിതയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കവിതയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അത്രയും ആർദ്രത, അത്രയും ഒരു ലാളിത്യം, അത്രയും ഒരു സൗന്ദര്യം, അത്രയും ഒരു ദിവ്യാനുരാഗത്തിൻ്റെ ആ ഒരു കുളിർമ, ഇതെല്ലാം ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന ഒരു സുന്ദര പ്രണയ കാവ്യം തന്നെയാണ് നളിനി. നളിനിക്കപ്പുറം നമുക്ക് നളിനിയിലൂടെ കടന്നു ചെല്ലുമ്പോൾ ആ ഒരു ദിവ്യാനുരാഗത്തിൻ്റെ ആ ഒരു തീക്ഷ്ണത എത്രത്തോളമാണ്, അവൾ എത്രത്തോളം നളിനിയുടെ പ്രണയത്തിൻ്റെ തീവ്രത എത്രമാത്രമായിരുന്നു, നളിനി എത്രമാത്രം ദുഃഖവും വേദനയും വിരഹവും അനുഭവിച്ചിരുന്നു എന്നുള്ളത് വളരെ മനോഹരമായിട്ടുള്ള, നമ്മുടെ മനസ്സിനെ ഒന്ന് തൊടുന്ന രീതിയിലുള്ള വരികളിലൂടെ ആശാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആശാൻ നമ്മളെ അറിയിക്കുന്നുണ്ട്. അത്രമാത്രം നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ സ്പർശിക്കുന്ന രീതിയിലുള്ള എഴുത്താണ് നളിനി എന്ന് പറയുന്ന കവിതയുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. അപ്പോൾ AR വളരെ മനോഹരമായ രീതിയിൽ തന്നെ കവിതയെപ്പറ്റി വർണ്ണിക്കുന്നുണ്ട്. പരിശുദ്ധമായ അനുരാഗം, കലർപ്പില്ലാത്ത ശൃംഗാരരസത്തിൻ്റെ സൂക്ഷ്മസ്ഥിതി എന്നെല്ലാം പുതിയ പദങ്ങൾ സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇത്രയും ആർദ്രമായിട്ടുള്ള ഒരു പ്രണയകാവ്യത്തെപ്പറ്റി പറയുന്നതിന് ഇതുപോലെയുള്ള പുതിയ നവീനമായ പദങ്ങളിലേക്ക് കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു എന്ന് AR മനസ്സിലാക്കി. അക്കാലത്തെ കവിതാ രീതിയൊക്കെ നോക്കിയിട്ട് നമ്മുടെ നളിനിയെപ്പറ്റി ഇതൊരു പുതിയ പ്രസ്ഥാനമാണ് എന്ന രീതിയിൽ AR അഭിപ്രായപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പണ്ടുള്ള കവിതാ രീതികളിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് തീർച്ചയായും അത്തരത്തിലുള്ള കവിതകളിൽ അന്ന് എഴുതിക്കൊണ്ടിരുന്ന കവിതകളുടെ ആ ഒരു ശൈലിയൊന്നും അത്ര ഇഷ്ടപ്പെടാതിരുന്ന AR നളിനിയിലേക്ക് വരുമ്പോൾ ആ നളിനിയുടെ ആ ഒരു മനോഹാരിത, നളിനിയിൽ തെളിഞ്ഞു നിൽക്കുന്ന ആർദ്രത, അതിലുപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ സവിശേഷത, അതിൻ്റെ ആ ഒരു ആഖ്യാന ശൈലിയിലെ മികവ്, ഇതൊക്കെ തീർച്ചയായും എടുത്തു പറയേണ്ടുന്ന കാര്യങ്ങളായിട്ട് ARന് തോന്നുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് നവനവോല്ലേഖ കൽപ്പനയെ പറ്റിയുള്ള പ്രശംസ, ഗതാനുഗതികത്വത്തോടുള്ള വിമർശനം, ആമ്പലും അമ്പിളിയും വണ്ടും തണ്ടാരും നേരിടുന്ന പരിഹാസം, ഇതെല്ലാം എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ കവിതയിലെ ഓരോ പ്രത്യേക അംശങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ടാണ് AR അവതാരിക എഴുതുന്നത്. അത്രമേൽ ഹൃദയത്തെ അത്രമേൽ ആഴത്തിൽ കടന്നു ചെന്നുകൊണ്ട് ഹൃദയത്തെ അലിയിപ്പിക്കാൻ തക്കതായിട്ടുള്ള ആ കവിതയ്ക്ക് അത്ര മികച്ചു നിൽക്കുന്ന സവിശേഷ പ്രയോഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ആശാൻ എത്ര മനോഹരമായിട്ടാണ് കവിത എഴുതിയിരിക്കുന്നത്. കവിതയുടെ ഓരോ വരികളിലും തെളിഞ്ഞു നിൽക്കുന്ന ശൃംഗാരരസത്തിൻ്റെ ആ ഒരു ഔന്നത്യം, ആ ദിവ്യാനുരാഗത്തിൻ്റെ ഒരു പ്രഭ, ആ ഒരു
പ്രത്യേകതരം ആഖ്യാന ശൈലിയുടെ മികവ് ഇതൊക്കെ എടുത്തു പറയേണ്ട ലക്ഷണങ്ങൾ തന്നെയാണ് എന്ന് ആശാന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നളിനിയുടെ കഥാവസ്തുവിനെ വികസിപ്പിച്ച രീതി, ആ ഒരു കഥയെ, നളിനിയുടെ പ്രധാന കഥയെ വികസിപ്പിച്ചെടുത്തത്, അപ്പോൾ കവിതയിലൂടെ ഒരു കഥയെ വികസിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നളിനി എന്ന് പറയുന്നത് ഇത്രയും സങ്കീർണമായ ഒരു കഥയെ അത്ര മനോഹരമായി തന്നെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആശാന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കഥയെ വികസിപ്പിച്ചത് അത്രയും മനോഹരമായിട്ടാണ് എന്ന കാര്യം അദ്ദേഹം കണ്ടെത്തുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് ഓരോ പ്രത്യേകതരം വർണ്ണനകൾ, അതിലുള്ള ഓരോ പ്രത്യേകതരം സവിശേഷതകൾ, ഇതെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് AR അവതാരിക എഴുതിയിരിക്കുന്നത്. അപ്പോൾ നളിനിയിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് പോലെ നളിനി എന്ന കവിത അത്രമേൽ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു അനുഭൂതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവതാരിക കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള നളിനി എന്ന് പറയുന്ന കവിതയെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു.